ഹായ് മക്കളെ, ഇന്ന് ഞാൻ വന്നു. മൊബൈൽ ഇന്ന് എനിക്ക് കയ്യിൽ നിന്ന് കിട്ടി. ഇന്ന് എൻ്റെ മോനും കോളേജിലും സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു. അതുകൊണ്ട് മൊബൈൽ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് മേടിച്ചു. രാവിലെ ഞാൻ എന്നോട് പറഞ്ഞ അണ്ണ എനിക്കൊരു വീഡിയോ ചെയ്യണം, നിങ്ങൾ മൊബൈലിൽ നിന്ന് പിടിക്കാൻ പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞു നീ ആരും നോക്ക്, എനിക്ക് ഒരു മൊബൈൽ ഇനി പിടിച്ചോളാൻ വയ്യ. ആദ്യം നല്ലത് ഞാനില്ല കിറുക്കമുക്കി പോയി ഒരു ചായയും കുടിച്ചിട്ട് എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് പള്ളും പറഞ്ഞുകൊണ്ട് അണ്ണ ഇറങ്ങിപ്പോയി. പിന്നെ മോളെടുത്ത് ഞാൻ പറഞ്ഞു, മോളെ ആ മൊബൈൽ ഇങ്ങോട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യട്ടെന്ന് പറഞ്ഞ്. മോളങ്ങനെ അമ്മയ്ക്ക് വേറെ ഒരു ജോലിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ മൊബൈൽ ഇങ്ങോട്ട് തന്ന് അങ്ങനെ വീഡിയോ ചെയ്യുക. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവരും പറയുന്നത് എനിക്ക് സ്പീഡ് കൂടുതല, അവർക്ക് എല്ലാവർക്കും തല ഇറങ്ങുന്നെന്ന്. ഞാൻ ഇങ്ങനെ വട്ടം കൊണ്ട് നടക്കുന്നതുകൊണ്ട് എന്തേലും കുറ്റോ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നേ ഇല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇല്ലേ ഓരോരുത്തർ പഠിക്കുന്നത്. നമുക്കിപ്പോഴൊക്കെ ഇല്ലേ മൊബൈൽ കയ്യിൽ കിട്ടിയത്. ഇപ്പോൾ കൊതി തോന്നി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അത് ഓരോരുത്തർക്ക് തല കറങ്ങുന്നു, സ്പീഡ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് പള്ളു പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. നമുക്ക് ഒത്തിരി നമ്മളടുത്ത് വഴക്കും കൂടി കയറുള്ള ഒരാൾക്കാർ, അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്നും വീഡിയോ എടുക്കുകയോ ചെയ്താൽ എൻ്റെ സംശയമാണേ. ഇപ്പോൾ എനിക്ക് കെറുവുണ്ടെന്ന് ചോദിച്ചു, എനിക്ക് കെറുവുള്ള ഒരു മനുഷ്യനായിരിക്കും ചിലപ്പോൾ അവിടെ എഴുതുന്നത്. ഞാൻ പോയി അവരെ പിടിച്ച് എണ്ണിപ്പിക്കണോ എണ്ണിക്കണ്ടേ, അതോ തിരിഞ്ഞു നോക്കണ്ടേ, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അത് നമ്മളിനി കെറു മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞതാ. എന്ന് വെച്ചാൽ ഇന്നലെ നമുക്കൊരു സംഭവം ഉണ്ടായി, അതാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. കുറച്ച് പേരെന്നെ പള്ളു പറഞ്ഞ്, കുറച്ച് പേര് പള്ളു പറഞ്ഞില്ല, ചെയ്ത് നല്ലതെന്നും പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. എന്നാലും വീഡിയോ ചെയ്യുന്നവരടുത്തൊന്ന് ചോദിക്കാം, അവരെ അഭിപ്രായങ്ങൾ പറയുമല്ലേ. പിന്നെ ഇന്ന് അമ്മമാർക്കൊന്നും എന്തായാലും വീട്ടിൽ നിന്ന് വാലയ്ക്കാതെ ഇരിക്കണ്ട. മൊബൈൽ മക്കളെടുക്കുന്നു, കൊണ്ടുപോയി. എൻ്റെ മോൻ എന്തായാലും കടയിൽ പോയി. മോള് ഇന്ന് മൊബൈൽ എന്തായാലും തന്നു. പിന്നെ അതൊക്കെയുള്ളൂ വിശേഷങ്ങൾ. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ മോള് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. മോള് കോഴിപ്പാലത്ത് കടയിൽ പോയി എനിക്ക് റംബൂട്ടാൻ മേടിച്ചുകൊണ്ട് വന്നു. അത് വരിക്കയാണെന്നാണ് പറയുന്നത്. ഇനി എന്തുവാന്നോ എന്തോ, ഇനി എന്ന് ഇത് പൂക്കുമെന്നോ കായ്ക്കുമെന്നോ ഒന്നും അറിഞ്ഞില്ല. കുഴിച്ച് വെച്ചില്ല, കുഴിച്ച് വെക്കണം. ഇരിക്കട്ട്, ഏതെങ്കിലും ഒരു കാലത്ത് കാ പിടിക്കുന്നെങ്കിൽ നമുക്ക്. കണ്ട, ഇതാണ് റംബൂട്ടാൻ. നട്ടില്ല, നടണം. അന്നേരം ഒരു ചാറ്റ മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇല്ല, അണ്ണൻ വന്നാൽ എന്തായാലും എന്നെ പള്ളു പറയും, എന്നാലും വേണ്ടിയല്ല. അതൊന്ന് കുഴിച്ച് വെച്ചിരുന്ന കിളിക്കുന്നെങ്കിൽ കിളിക്കട്ട്. പിന്നെ എന്തോ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ അരി അടപ്പിട്ടു, പിന്നെ മോര് കറി വെച്ചു, ചീനി വേവിച്ചു, മീൻ മേടിച്ചുകൊണ്ട് വെച്ചാക്കുന്നു. മോൻ ഇത് മീനും ചീനിയും ഒക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടാണ് മോൻ ഇന്ന് കടയിലേക്ക് പോയത്. മോന് പോകണ്ടല്ലോ, എന്നാൽ ഹർത്താലല്ലേ. പിന്നെ ഞാൻ ഇത്രയും ദിവസം ഞാൻ വീഡിയോ ചെയ്ത്, ഇത്രയും ദിവസം വീഡിയോ ചെയ്തിട്ട് ഈ നമ്മുടെ നാട്ടിൽ ആരും ഇല്ലയോ ഈ വീഡിയോ കാണാനായാലും ഒരു ലൈക്കും കമൻറ്റ് തരാനൊന്നും. മണ്ണ് വാരി ഇട്ടാൽ താഴെ വീഴാത്ത ജനങ്ങളാണ് നമ്മളൊക്കെ. ഇങ്ങനെ ഈ മുന്തിരിങ്ങയുടെ അല്ലെങ്കിൽ പിന്നെ റംബൂട്ടാൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതിന് ആരും നമുക്ക് ലൈക്കും തരില്ല, കമൻറ്റും തരില്ല, ഒന്നും തരില്ല. അല്ലാതെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നത് ദൈവമേ. വീഡിയോ തുറന്ന് അങ്ങനെ അത് ഇങ്ങനെ കയറി നടക്കുന്നത് അങ്ങനെ കയറി നടക്കുന്നത് അങ്ങനെ, പാവാട ഇടുന്നവരങ്ങനെ, പാവാട ഇടാത്തവരങ്ങനെ, നൈറ്റ് ഇടുന്നവരങ്ങനെ, നൈറ്റ് ഇടാത്ത, അതിനൊക്കെ എന്തുമാത്രം കമൻറ്റാ എൻ്റെ പൊന്നെ, കമൻറ്റാ ഒക്കെ കിട്ടുന്നത്. നമുക്കിതൊന്നുമില്ലേ. പോട്ട് ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടു. ഇനി നമുക്ക് ശനിയാഴ്ച ചിലപ്പോൾ എൻ്റെ മോൾക്ക് പോകണ്ടായിരിക്കും, അപ്പോഴും ഞാൻ മൊബൈൽ എടുക്കും കേട്ടോ. എടുത്ത് ഞാൻ വീഡിയോ ചെയ്യും. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, എല്ലാം നമുക്കുള്ളവരില്ലേ, തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനല്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും. പറഞ്ഞു തരുന്നതിന് ഞാൻ ഒന്നും പറയുകയില്ല. പറഞ്ഞു തരുന്ന സന്തോഷമായിട്ട് ഞാൻ സ്വീകരിക്കേണ്ടെന്നെങ്കിൽ സ്വീകരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ സ്വീകരിക്കത്തില്ല. എങ്കിൽ ശരി, വെക്കട്ടെ. നമുക്കിനി ശനിയാഴ്ച കാണാം.